ഹായ് ഓൾ. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ഒരു ഡെത്ത് കാർഡാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു കാർമിക് സൈക്കിള് അവസാനിക്കുന്നതായിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. കാർമിക് സൈക്കിൾ ആയതുകൊണ്ട് തന്നെ അതൊരു അല്പം സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ ആയിരിക്കും എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ഒരു മനുഷ്യജന്മത്തിലുള്ള എല്ലാ സുഖദുഃഖങ്ങളും നേരത്തെ തന്നെ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ മുൻ ജന്മങ്ങളിലെ കണക്കുകൾ തീർക്കാനാണ് നമ്മൾ ഓരോ ജന്മവും എടുക്കേണ്ടി വരുന്നത്. നമുക്ക് ഇപ്പോൾ വേദന തരുന്ന ആളുകളെയും സാഹചര്യങ്ങളെയും നമ്മൾ അവർക്ക് നേരത്തെ കഴിഞ്ഞ ജന്മങ്ങളിൽ കൊടുത്തിട്ടുള്ളതാണെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. കർമ്മ എന്ന് പറയുന്നത് ഒരു ബൂമറാങ് പോലെ നമുക്ക് എപ്പോഴായിരുന്നാലും ഏത് ജന്മത്തിലായിരുന്നാലും അനുഭവിച്ചേ മതിയാകൂ. അപ്പോൾ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ പുനർജന്മം എടുക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഈ സാഹചര്യങ്ങൾക്കും അതുപോലെ തന്നെ വ്യക്തികൾക്കും മാപ്പ് കൊടുത്ത് ആ വേദനകളിൽ നിന്നും മറികടക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നത്. ഓരോ സാഹചര്യത്തെയും ഒരു സാക്ഷി, ഒരു ഒബ്സർവറിനെ പോലെ കാണുക എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത്. നിങ്ങളുടെ സോൾ ജേണി എന്താണോ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക എന്നുള്ള മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട്. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലോട്ട് തിരിയാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. സുഖവും ദുഃഖവും എല്ലാം ഒരേ രീതിയിൽ എടുക്കുക. ഒരു സൈക്കിളിൻ്റെ അവസാനവും അതുപോലെ മറ്റൊരു ലൈഫ് സൈക്കിളിൻ്റെ തുടക്കവുമാണ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളെ കൂടുതൽ പിടിച്ചു നിർത്താൻ മെഡിറ്റേഷനും ഹീലിങ്ങും ഫോർഗിവ്നെസ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജും കൂടെ ഇവിടെ ഭഗവാൻ തരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് കാർഡ് ലെറ്റ് യുവർ ഇന്നർ ബ്യൂട്ടി ഷൈൻ ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള ഈഗോ എല്ലാം മാറ്റി ഹൃദയം പരിശുദ്ധമാക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ വേഷവിധാനങ്ങളിലോ അല്ലെങ്കിൽ മനസ്സിലുള്ള ഈഗോയിലോ ഒന്നുമല്ല ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് ആത്മീയ ശുദ്ധിയിലും അതുപോലെ തന്നെ സ്നേഹത്തിലും മറ്റുള്ളവരോടുള്ള കാരുണ്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത്. ഭഗവാനോടുള്ള ഭക്തി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. അത് പ്രകടനങ്ങളിലൂടെ ബോധിപ്പിക്കാനുള്ളതല്ല. അത് ഉള്ളിൽ നിന്ന് പ്രകാശിക്കട്ടെ എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത്. പിന്നെ മേക്ക് ദ റൈറ്റ് ചോയ്സ് ആണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിനയം പ്രകടമാക്കുക. എടുത്തുചാട്ടം ആപത്തിലേക്ക് നിങ്ങളെ നയിക്കും. അതുകൊണ്ട് ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. സത്യത്തിനും ധർമ്മത്തിനും അധിഷ്ഠിതമായി മാത്രം കറക്റ്റ് ചോയ്സ് അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ കറക്റ്റ് ചോയ്സായിട്ട് സ്വീകരിച്ച് അവിടെ ഈഗോയ്ക്ക് സ്ഥാനം കൊടുക്കാതെ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവും അത് സത്യത്തിനും ധർമ്മത്തിനും മുൻതൂക്കം കൊടുത്ത് എടുക്കുക. കാരണം ഇവയൊക്കെയും ഇനിയും നിങ്ങൾക്കൊരു കാർമിക് പാറ്റേണിലോട്ട് കൊണ്ടെത്തിച്ചു തരുന്നതാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെ ഇവിടെ ഭഗവാൻ തരുന്നുണ്ട്. അത് മറ്റൊരു ജന്മത്തിലെ കടമായിട്ട് നിങ്ങൾ വലിച്ചെടിച്ചുകൊണ്ട് വരരുത്. അതുകൊണ്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും നിങ്ങൾ സത്യത്തിനും ധർമ്മത്തിനും അധിഷ്ഠിതമായി മാത്രം എടുക്കുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇവിടെ ദ ഗോൾ ഓഫ് നോളജിൽ ഭഗവാൻ പറയുന്നത് എല്ലാ അറിവുകളുടെയും ഉറവിടം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. എല്ലാ അറിവിൻ്റെയും അവസാനവും ചെന്നെത്തുന്നത് ഈ സെയിം ഭഗവാനിൽ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് ഋഗ്വേദം, സാമവേദം, യജുർവേദം എന്നിവയ്ക്കെല്ലാം ആധാരം. നിങ്ങളുടെ യഥാർത്ഥ വഴികാട്ടി എന്ന് പറയുന്നത് ആത്മീയജ്ഞാനം ആണ്. അപ്പോൾ നിങ്ങൾ ആത്മീയജ്ഞാനം നേടുകയും ഭഗവാനെ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത്. അടുത്ത മെസ്സേജ് ഇംപാർഷ്യാലിറ്റിയാണ്. അതായത് ഭഗവാൻ എല്ലാവരെയും ഒരുപോലെ തന്നെയാണ്, എല്ലാവരെയും തുല്യരായിട്ട് തന്നെയാണ് കാണുന്നത്. ഭഗവാനെ ആത്മാർത്ഥമായി ആരാധിക്കുന്നവരിൽ ഭഗവാൻ കൂടുതൽ കാരുണ്യം ചൊരിയുന്നതാണ്. ആ ഭക്തി കേവലം പ്രകടനങ്ങളല്ല, ആത്മാവിൽ നിന്നും പ്രകാശിക്കേണ്ടതാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഭഗവാനെ തള്ളിക്കളയുന്നവരുടെ പക്വതയില്ലായ്മയിൽ നിന്ന് ഭഗവാന് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നിവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അതുപോലെ മറ്റുള്ളവരെ അളക്കാനോ അതുപോലെ മറ്റുള്ളവരിൽ അറ്റാച്ച്ഡ് ആകാനോ മറ്റുള്ളവരെ വെച്ച് താരതമ്യം ചെയ്യാനോ പാടുള്ളതല്ല എന്നൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ ഭക്തിയും സേവനങ്ങളുമാണ് നിങ്ങളെ ഭഗവാനെ പ്രിയപ്പെട്ടവരാക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട്. അടുത്തത് സർവീസ്. സ്വാർത്ഥതയില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുക, ശുദ്ധ ഭക്തിയിൽ ജീവിക്കുക, ഒന്നിനും ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതായിരിക്കുക,
സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നിലകൊള്ളാതിരിക്കുക. ഈ തത്വങ്ങൾ പാലിക്കുന്നത് ആരാണോ അവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത്. നിങ്ങളുടെ ജീവിതവും പ്രവൃത്തികളും ഭഗവാനോടുള്ള സമർപ്പണമായി കരുതി ജീവിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് വെളിച്ചം പകരേണ്ടവരാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ സേവനം മുഖേന മറ്റുള്ളവരെ ഹീൽ ചെയ്യേണ്ടവരാണ് എന്നും ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.